ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്കിത് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയാണ്. ഈ സവാള നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് മൂത്തൊന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സവാളയും കൂടി ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ സവാള എല്ലാം തന്നെ നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയ ചിക്കൻ കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളക് ചതച്ചതും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുമാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂൺ പട്ട പെരിഞ്ജീരകം ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചതുമാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പുതിനയിലയാണ്. 1 പിടി പുതിനയിലയും അതുപോലെ തന്നെ 1 പിടി മല്ലിയിലയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് തൈരാണ്. ഒരു കട്ട തൈര്, 1 കിണ്ണി കട്ട തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങാനീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാളയാണ്. സവാള ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിട്ട മസാലയെല്ലാം നന്നായിട്ടൊന്ന് ചിക്കനിൽ പിടിച്ച് വരുന്നതുവരെ നമുക്കത് ഇതുപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അപ്പോൾ നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകശാല റൈസാണ്. ഇനി നമുക്ക് ഈ അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് കുതിർത്താൻ വേണ്ടി ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ബിരിയാണി വെക്കാനുള്ള നമ്മുടെ പാത്രം വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കൂടാതെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ വറ്റിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഊറ്റി വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നാരങ്ങാനീരൂടെ നമ്മൾ ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് വീഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി തിളച്ചത് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല.
അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് തിളച്ചൊന്ന് വരണം. ഇതിനകത്ത് നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നതാണ്. നമ്മൾ വെള്ളമൊന്നും ഇതിലേക്ക് അഡീഷണലായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ആ ചിക്കൻ തിളച്ച് വന്നപ്പോൾ തന്നെ അതിനകത്ത് കുറേശ്ശെ വെള്ളം ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന്ന് തന്നെ ഇത്രയും വെള്ളം നമുക്കിതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വരണം. നമ്മൾ അഡീഷണലായിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ചിക്കനിന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസും ഈ സമയം കൊണ്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് റൈസ് ഇതിനകത്ത് നിന്ന് കോരി മാറ്റി കൊടുക്കണം. നമുക്ക് ദം ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് റൈസ് ഇതിനകത്ത് നിന്ന് കോരി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് വീത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊരു ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ നമ്മുടെ ബിരിയാണി ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചിക്കനും റൈസും എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണിത്. ഗസ്റ്റൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി റെസിപ്പിയാണ്. ഹോട്ടലിലൊന്നും പോകാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ബിരിയാണിയാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.